ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഓണം സെലിബ്രേഷനാണ് ആഘോഷിക്കുന്നത്. നമ്മളെ വീട്ടിൽ ആഘോഷിക്കുന്നത്. ഞാൻ അത്യാവശ്യം ചെറുതായിട്ട് ഡെക്കറേഷനെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം. എല്ലാവരും വരുന്നുണ്ട്, എത്തിയില്ല, കുറച്ച് ആൾക്കാരെല്ലാം എത്തിയിട്ടുള്ളൂ. ഇതാണ് ഞാൻ ചെയ്ത ഡെക്കറേഷൻ. ചെറുതായിട്ട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ഇത് ഓൺലൈനിൽ വാങ്ങിച്ച പ്ലാസ്റ്റിക് പൂവാണേ. പിന്നെ ഇതാ പൂക്കളം. ഇത് തിരുവോണത്തിൻ്റെ അന്ന് ഒരുക്കിയ പൂക്കളാണ്. പക്ഷേ ഇത് ഞാൻ എടുത്ത് കളഞ്ഞില്ല. പിറ്റേ ദിവസം നമ്മൾ ഓണം സെലിബ്രേഷൻ വീട്ടിൽ നിന്നാണല്ലോ കുടുംബയോഗത്തിൻ്റെ അത് ആഘോഷിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ തന്നെ വെച്ചു, കളഞ്ഞില്ല. ഇന്ന് ചതയം ദിനത്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് കുടുംബയോഗത്തിൻ്റെ ഓണാഘോഷം. അപ്പോൾ ഇതാ അനീഷേട്ടനും ശ്രീലക്ഷ്മിയും കല്ലുച്ചേച്ചിയും നിലുവിൻ്റെ കല്ലുച്ചേച്ചി എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ മെൽബി ഇതാ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ഒരുവിധ ആൾക്കാരെല്ലാം ഇത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ യോഗം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിയാകുമ്പോഴാണ്. നമ്മളെ യോഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചായയും കൊടുത്തു, ബേക്കറി എന്തേലും. അല്ലാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. രാവിലത്തെ ചായയും എന്തെങ്കിലും ബേക്കറിയും. പിന്നെ ഉച്ചക്കേക്കുള്ളത് നമ്മൾ ഓർഡർ ചെയ്തതാണ് ഫുഡ്. അങ്ങനെ ഓർഡർ ചെയ്യാനുള്ള പ്ലാനിങ് വന്നാൽ തന്നെ കൂടുതലും നമ്മൾ കിച്ചണിലായി പോകുമല്ലോ. സദ്യയെല്ലാം ഒരുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും കിച്ചണിലായി പോകുമല്ലോ, ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരൂലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ് എടുത്തത്. എന്തുകൊണ്ടും പക്ഷേങ്കിൽ അത് നന്നായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാനും കൂടി പറ്റിയിട്ടുണ്ട്. അങ്ങനെ യോഗ എല്ലാം കഴിഞ്ഞ് നമ്മളെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടി തുടങ്ങി. സദ്യ. ഇത്രയും കൂട്ടം കറികളാണ് ഉണ്ടായത്. ഇവിടെ ഇതാ ഭക്ഷണം കഴിക്കുമ്പോൾ യുദ്ധം നടത്തുന്നുണ്ട്. നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ 3 ആൾ ഇരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എത്ര മെനക്കെട്ടിട്ടും എത്ര പറഞ്ഞിട്ടും ഇവർ 3 ആൾ ഒത്തൊരുമയോടെ ഇരുന്നിട്ടില്ല. 2 ആൾ കറക്റ്റായിട്ട് ഇരിക്കുമ്പം ഒരാൾ എണീച്ചു പോവും, മറ്റേ ആൾ കറക്റ്റായിട്ട് ഇരിക്കുമ്പം ഒരാൾ എണീച്ചു പോവും. അങ്ങനെ ഇവിടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ പോവാന്ന്. ഇല്ല, ഞാനും ഗോകുലും പോലുണ്ട്, അജേഷും. മാറ്റണോ? അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിക്കാത്ത ആൾക്കാർക്കെല്ലാം നമ്മൾ വിളമ്പി കൊടുത്തു. ശ്രീലക്ഷ്മി അത് ഓവറാക്കുക എന്നാന്ന് മോന്ത എന്താ ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു വീഡിയോ, ഒരു സബ് വീഡിയോ കൊടുക്കുക. പരാതിപ്പെട്ടിരുന്നു. അങ്ങനെ നമ്മൾ സദ്യയെല്ലാം കഴിഞ്ഞ് ഓണക്കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് ഒരു സ്റ്റെപ്പ്, ഡാൻസിൻ്റെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട് മറ്റുള്ള ആൾ അത് കളിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, ഇപ്പം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ളത്. അതാണ് നമ്മൾ ചെയ്തത്. നീ ലാസ്റ്റ് കളിക്കണം കേട്ടോ. അത്
അങ്ങനെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ഫോട്ടോ എല്ലാം ഉണ്ടല്ലോ നല്ലോണം അങ്ങനെ ഇതെന്റെ കയ്യോ വരില്ല അത് ഈ വീഡിയോ ആദ്യം കണ്ടാ പോരെ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഗെയിം കളിച്ചത് ചെവിയിലൊരു കാര്യം പറയും ഒരാൾ, അത് പാസ് ചെയ്ത് പോയി ലാസ്റ്റ് വേറൊരു കാര്യമായിട്ട് എത്തുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, അതാണ് നമ്മൾ പിന്നെ അടുത്തത് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലും റിലേറ്റഡ് ആണ്. നമ്മൾ ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളെടുത്ത് നിന്ന് വേറൊരാളെടുത്ത് വേറൊരു രീതിയിലാണ് എത്തുന്നത്. അത് ഈ ഒരു ഗെയിമിൽ നിന്ന് ശരിക്കൊരു മോറലാണല്ലേ. അങ്ങനെ ഇത് പറഞ്ഞ് ലാസ്റ്റിലോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ കൊള്ളാത്ത രീതിയിലോട്ടേക്ക് അതിന് വാക്കുകൾ പറയാൻ പറ്റൂലേ. പിന്നെ നമ്മൾ കളിച്ചത് ഡം ഷറേഡ്സ് ആണ്. അത് നമ്മളെ ഈ ആക്ഷൻ കാണിച്ച് മൂവീൻ്റെ പേര് പറയുന്ന ഗെയിമാണ് നമ്മൾ പിന്നെ കളിച്ചത്. പിന്നെ നമ്മൾ കളിച്ചത് പാസിങ് ദ ബോള്, അതിന് അതുപോലത്തെ ഗെയിം. അപ്പം ഇതിൽ നമ്മൾ മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തതാണ്. ഒന്ന് പോയില്ല. മല്ലുബി യു ക്യാൻ. തപ്പിതോട്ട് തൊട്ടെന്നായത് ഇവിടെ കറക്റ്റ് ഇവിടെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ എടാ ഇത് കട്ടായി. വർഷത്തെ കുടുംബയോഗം ഓണ സെലിബ്രേഷൻ അവസാനിച്ചിരിക്കുന്നു. നമ്മളെ വീട്ടിൽ കഴിഞ്ഞു. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ കുറച്ച് ഗെയിംസ് എല്ലാം പ്ലാൻ ചെയ്തതിന് ഉള്ള സൗകര്യത്തിൽ നമ്മളെ അത് എൻജോയ് ചെയ്ത് ഗെയിംസ് എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടത്തി. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.